ഹലോ ഗൈസ്, എല്ലാവരും നമ്മൾ സുമതി വളവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തായാലും ആ സുമതി വളവിലുള്ള പ്രേത കഥകളും പല ആൾക്കാരും പറഞ്ഞ കഥകളും വെച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരനും ഒരു ദിവസം അങ്ങോട്ട് പോയി. പക്ഷെ നമ്മൾ കണ്ടത് സുമതിയെ നമ്മളാരും കണ്ടില്ല. പക്ഷെ ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. സ്വാഭാവികവും സുമതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ ആരാണ് ഈ സുമതി, എന്താണ് സുമതി വളവ്? 1950 സുമതി എന്ന് പറഞ്ഞ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ അവിടുത്തെ ലാൻഡ് ലോർഡായ രത്നാകരൻ പ്രേമിച്ചു കല്യാണം ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ അംബാസഡർ കാറിൽ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ വളവിന് അടുത്ത് കൊണ്ടുപോയി കൊന്നിട്ടിട്ട് പോയി. എന്നിട്ട് കുറച്ച് വർഷം കഴിഞ്ഞാൽ രത്നാകരനെ പോലീസ് പിടിച്ചാലും അതിലെ കൂടെ പോകുന്ന ആൾക്കാർ ഒരു വെള്ള സാരി ഉടുത്ത ഒരു പെണ്ണ് അവിടെ നിന്ന് സഹായം ചോദിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. പണ്ട് ഈ കാറും ബൈക്കും ഇല്ലാതെ മാട്ട് വണ്ടിയിലാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അതിലെ കൂടെ പോകുന്ന ആൾക്കാർ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് അവിടെ നിൽക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാനും അങ്ങോട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും ബൈക്കിൽ പോയപ്പോൾ നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും CCTV ക്യാമറ ലൈറ്റും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ CCTV ക്യാമറയൊക്കെ ലൈറ്റ് ഉള്ളത്. പണ്ടത്തെ കാലത്ത് CCTV ക്യാമറ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ മോഷ്ടാക്കൾ ഈ സുമതിൻ്റെ പേരും വെച്ച് അവിടെ വെള്ള സാരി ഉടുത്തുകൊണ്ട് നിന്ന് ഇവരെ സഹായം ചോദിക്കുന്ന പോലെ നിന്ന് ഈ സ്വാഭാവികം അതിലെ കൂടെ പോകുമ്പോൾ ഈ കഥകൾ കേട്ട ആൾക്കാർ ഇതിനെ കണ്ട് പേടി. ഈ കഥ ഒന്നും അറിയാത്ത ആൾ അതിലെ കൂടെ പോകുമ്പം നമുക്കൊന്നും തോന്നില്ല. സാധാരണ ഒരു കാട്ടിനകത്ത് വണ്ടി ഓടിച്ചു പോകുന്നവരേ ഉള്ളൂ. എന്തായാലും ഈ സുമതിനെ കുറിച്ച് കുറേ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. പക്ഷേ നമ്മൾ സുമതിനെ കണ്ടു.